അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിൽ ചെന്ന് അൽ ജൂ വിശക്കുന്നു നബിയെ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, വിശക്കുന്നു എന്ന് പറഞ്ഞ ചില സ്വഹാബിമാരുടെ അല്ലെങ്കിൽ ചില മുഅ്മിനീങ്ങളായ സ്വാലിഹീങ്ങളായ ആളുകളുടെ ചരിത്രമുണ്ടല്ലോ. അതുകൊണ്ട് പ്രവാചകന്റെ ഖബറിനരികിൽ വിശക്കുന്ന സമയത്ത് ആഹാരം പോലും ചോദിച്ചിട്ടില്ലേ? ഇതൊക്കെ ഷിർക്കാണെങ്കിൽ, പ്രവാചകനോട് തേടുന്ന ഷിർക്കാണെങ്കിൽ, മുൻഗാമികളായ ആലിമീങ്ങൾ, ഈ പണ്ഡിതന്മാർ ചെയ്തൊക്കെ ഷിർക്കല്ലേ എന്നാണ് പലരും പറയാറുള്ളത്. നാം മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാഹിച്ചു പറഞ്ഞപ്പോഴും വിശന്നു വല്ലപ്പോഴും അള്ളാഹുവിനോടാണ് തേടിയത്. ഇബ്രാഹിം നബിയോടോ ഇസ്മായിൽ നബിയോടോ ഇസ്ഹാഖ് നബിയോടോ യൂസുഫ് നബിയോടോ യാക്കൂബ് നബിയോടോ ലൂത്ത് നബിയോടോ ഒന്നും തേടിയിട്ടില്ല. അള്ളാഹിനോടാണ് തേടിയത്. ഈസാ നബിയോടും മൂസാ നബിയോടൊന്നും തേടിയിട്ടില്ല. അതുകൊണ്ട് വിശക്കുമ്പോഴും ദാഹിക്കുമ്പോഴും മഴയില്ലാതെ വരുമ്പോഴും ഫലങ്ങൾ കുറയുമ്പോഴും പട്ടിണിയാകുമ്പോഴും അള്ളാഹുവിനോട് തേടുക എന്നതാണ് പ്രവാചക മാതൃക. പിന്നെ ഇവിടെ ഉദ്ധരിക്കപ്പെടുന്ന സംഭവം അബീ ബക്കറുൽ മുൻകരി ഉദ്ധരിക്കുന്ന സംഭവമാണ്. അദ്ദേഹം പറയുന്നത്, ഞാനും തൊബ്രാനിയും അബൂ ഷെയ്ഖും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിലെത്തി. നല്ല വിശപ്പുണ്ട്, ഞങ്ങൾക്ക് സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ വിശക്കുന്ന സമയത്തെത്തി. നല്ല വിശപ്പുണ്ട്. അങ്ങനെ പ്രവാചകന്റെ ഖബറിനരികിൽ ചെന്നിട്ട്, ആ വഖ്തുൽ ഇഷായുടെ സമയമാണ്, രാത്രിയാണ്. പ്രവാചകന്റെ ഖബറിൽ ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അൽജു നബിയെ, വിശക്കുന്നു എന്ന് പറഞ്ഞു. തൊബ്രാനി ഉദ്ധരിക്കുന്ന ഈ റിപ്പോർട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കഥ അടിസ്ഥാനരഹിതമായ കഥയാണ്, സനദില്ലാത്ത കഥയാണ്. മാത്രമല്ല, ഇത് ദുർബലമാണെന്ന് പല പണ്ഡിതന്മാരും അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇവിടെ സമയമില്ലായ്മ കൊണ്ട് ആഹാരം കഴിക്കാൻ പറ്റാതെ, ലോക്കൽ വക്തു, സമയം ഇടുങ്ങിപ്പോയി അപ്പോൾ വിശന്നു എന്നാണ്. സമയമില്ലാത്തത് കൊണ്ട് ആഹാരം കഴിക്കാൻ പറ്റാതെ വിശന്നു എന്ന രൂപത്തിലാണ് പരാമർശം. അപ്പോൾ ഈ ചരിത്രത്തിൽ പോലും എന്ത് കാരണത്താലാണ് വിശപ്പുണ്ടായത് എന്ന് വ്യക്തമല്ല. രണ്ടാമത്തത്, ഇതിൽ അലവി എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് പറയുന്നു. ആ അലവിയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറയുമെന്ന് പറയുന്നു. എന്നാൽ ഈ റിപ്പോർട്ടുകളിലൊന്നും അലവിയെക്കുറിച്ചുള്ള ശരിയായ പരാമർശങ്ങളൊന്നും കാണാൻ കഴിയുന്നുമില്ല. മാത്രമല്ല, ഈ സനദില്ലാത്ത ഇതുപോലെയുള്ള വിഷയങ്ങൾ ഒന്നിനും അവലംബിക്കാൻ പറ്റാത്ത സംഭവമാണ്. വല ഫി ഇസ്ബാത്തിൽ അഹ്കാം, ഹുക്കുമുകൾ സ്ഥിരീകരിക്കാൻ പറ്റാത്ത സംഭവമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസപരമായ വലാഫിൽ അഖാഇദി മിൻ ബാബി ഔലാ സുമ്മ ഇന്ന അമാറാത്തിൽ കദിബി അലാ ഹാദിഹിൽ ഖിസ്സതി വാലിഹ. പണ്ഡിതന്മാർ പറയുന്നത്, വിശ്വാസപരമായ ഒന്നിനും തെളിവ് പിടിക്കാൻ പറ്റില്ല, വിശ്വാസപരമായി ഒന്നിനും തെളിവ് പിടിക്കാൻ പറ്റില്ല. മാത്രമല്ല, കളവിൻ്റെ കൃത്യമായ രേഖകളും ഇതിലുണ്ട് എന്നാണ്. അപ്പോൾ അവ്യക്തമായ സനദില്ലാത്ത കേവലം ഒരു കഥ, ഈ കഥ വെച്ചിട്ട് വിശ്വാസരംഗത്ത് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ തെളിവ് പിടിക്കുക? ഞാൻ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ, അലവി എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തെക്കുറിച്ച് ഈ ചരിത്രത്തിലൊക്കെ ചില റിപ്പോർട്ടുകൾ കാണാൻ കഴിയും, നബിയോട് പരാതിപ്പെടുന്നു എന്ന രൂപത്തിലുള്ള പരാമർശങ്ങൾ. എന്നാൽ ഈ ചരിത്രങ്ങളിലൊന്നും ഈ അലവിയെക്കുറിച്ചുള്ള പരാമർശങ്ങളിൽ അങ്ങനെ ഒന്നും കാണാൻ കഴിയില്ല. ഇത് കേവലം കെട്ടുകഥയാണ്, സനദില്ലാത്തതാണ്, ലഈഫാണ്, അഖീദക്ക് തെളിവ് പിടിക്കാൻ പറ്റാത്തതാണ്. ഇതുപോലെയുള്ള സംഭവങ്ങളാണോ നമ്മൾ അഖീദക്ക് തെളിവ് കൊണ്ടുവരേണ്ടത്? അല്ലാഹു നമ്മേവരെയും ഇതുപോലുള്ള ഫിത്നയിൽ നിന്ന് കാത്തിരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.